വെൽക്കം ബാക്ക് ടു ലേൺലി. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണടാ. എന്താണ് ഇന്നത്തെ ടോപ്പിക്ക്? ഇന്ന് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ അതായത് എൻട്രൻസ് ലെവൽ പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ തുടങ്ങുന്നത്. ആദ്യം ചെറിയ ചെറിയ പ്രോബ്ലംസ് വന്ന് നമ്മൾ എന്താക്കും, നല്ല പതിയെ നല്ല ഗ്രാജുവലി നല്ല സ്റ്റാൻഡേർഡ് പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോകും. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ ഒരുപാട് അതിൻ്റെ 10% പോലും നമ്മൾ സോൾവ് ചെയ്ത് തീർന്നിട്ടില്ല പ്രീവിയസ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഗ്രാജുവലി ആയിട്ട് ഇങ്ങനെ സോൾവ് ചെയ്ത് കൊണ്ടേയിരിക്കും. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ്. സോ വി ക്യാൻ മൂവ് ദ ഫസ്റ്റ് പ്രോബ്ലം ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1. An aeroplane flies around a square field ABCD of each side 1000 km. എടാ ഫ്രീ ആയിട്ടുള്ള വായനയാണ്. ഇനി its speed along AB is 250 km per hour, along BC 500 km per hour, along CD 200 km per hour. Its average speed in kilometer per hour over the entire trip is. So നമ്മൾ എന്താക്കണം, ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ്ങിലോട്ടേക്ക് പോവാണ്. An aeroplane flies around a square field ABCD ആണ്. ABCD എന്നുള്ള ഒരു സ്ക്വയർ ഫീൽഡിന് ചുറ്റുമായിട്ട് നമ്മൾ എന്ത് ഫ്ലൈ ചെയ്യാണ്? നമ്മളൊരു എയറോപ്ലെയിൻ ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്ന് ബിയിലോട്ടേക്ക് പോയി, ബിന്ന് സിയിലോട്ടേക്ക് വന്ന്, സിന്ന് ഡിയിലോട്ടേക്ക് വന്ന്, ഡിന്ന് എങ്ങോട്ടേക്ക് വരും? എയിലോട്ടേക്ക് വരും. ഒരു കാര്യം പറയുന്നുണ്ട്, എല്ലാ സൈഡും എത്രയാ? 1000 km ആണ്. ഇതും 1000 ആണ്, ഇതും 1000 ആണ്, ഇതും എന്താ? 1000 ആണ്. ചോദ്യം എന്താ? ആവറേജ് സ്പീഡാണ്. അതായത് എവിടെ തന്നെ തിരിച്ചെത്തുന്നുണ്ട്? തന്നെ തിരിച്ചെത്തുന്നുണ്ട്. ആവറേജ് വെലോസിറ്റി എന്ന് ചോദിച്ചിട്ട് ധൈര്യത്തിൽ നമുക്ക് 0 എന്ന് പറയാൻ പറ്റുമോ? 0 എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇഫ് എ ബോഡി റിട്ടേൺസ് ഇറ്റ്സ് ഇനീഷ്യൽ പോയിന്റ്, ഡിസ്പ്ലേസ്മെന്റ് 0 ആവും. സോ വെലോസിറ്റി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ബട്ട് എന്തായിട്ടില്ല, അത് ഇനീഷ്യൽ പോയിന്റിൽ തിരിച്ച് വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ ഇനീഷ്യൽ പോയിന്റിൽ തന്നെ തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ആവറേജ് വെലോസിറ്റി 0 ആണ്. പക്ഷേ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് എന്താ? ആവറേജ് സ്പീഡാണ്. ആവറേജ് വെലോസിറ്റി ആണെങ്കിൽ സിമ്പിളായിരുന്നു, 0 എന്ന് എഴുതി കൊടുത്താൽ മതി. ഇവിടെ ആവറേജ് സ്പീഡാണ്. അപ്പോൾ ശ്രദ്ധിക്കണേ, ആവറേജ് സ്പീഡിൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അല്ലേ? എടാ നോക്കിയേ, എന്ന് ബിയിലോട്ടേക്ക് പോയി, ബിന്ന് സിയിലോട്ടേക്ക് വന്ന്, സി ടു ഡി വന്ന്, ഡി ടു എ, ഇങ്ങനെ 4 ലൈനിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എത്രയാണ്? 4000 km അല്ലേ? ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ടോട്ടൽ ടൈം ഉണ്ട് അല്ലേ? എ മുതൽ ബി വരെ പോയി, ബി ടു സി പോയി, സി ടു ഡി പോയി, ഡി ടു എ വരെ ട്രാവൽ ചെയ്യാൻ എത്ര ടൈം വേണമെന്ന് കണ്ടുപിടിക്കണം. പക്ഷേ ആ ടൈം എന്താണ്? ഒരു അൺനോൺ ഫാക്ടറാണ്, ഇവിടെ തന്നിട്ടില്ല. ആ ടൈം കിട്ടിയാൽ ഇവിടെ പ്രോബ്ലം എന്തായി? സോൾവ് ആയി. അപ്പോൾ ശ്രദ്ധിക്കണേ, എ ടു ബി നമുക്കറിയാം ഡിസ്റ്റൻസ് എത്രയാണ്? 1000 km ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കി, എ ടു ബി ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എത്രയാ? 250 km per hour ആണ് അല്ലേ? എ ടു ബി ട്രാവൽ ചെയ്യുന്ന സ്പീഡ് നോക്കണേ, 250 km per hour ആണ് അല്ലേ? സ്പീഡ് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഇല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈം. അങ്ങനെ ടൈം ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാൻ പറ്റുമടാ, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ടൈം ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. എടാ എ ടു ബി വരെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം നിങ്ങൾക്ക് കിട്ടും. ടി ഈസ് ഈക്വൽ ടു എ ടു ബി വരെയുള്ള ഡിസ്റ്റൻസ് അറിയാം 1000 ആണ്, ഡിവൈഡ് ബൈ അവിടുത്തെ സ്പീഡ് അറിയാം 250 ആണ്. 1000 ഡിവൈഡ് ബൈ 250 എന്ന് വെച്ചാൽ 4 ആണ്. 4 hour എന്ന് കിട്ടും, കാരണം കിലോമീറ്റർ പെർ ഹവറിലാണ് തന്നത്. ഇൻ ദ സെയിം വേ യു ക്യാൻ കാൽക്കുലേറ്റ് ടൈം റിക്വയർഡ് ടു റീച്ച് ഫ്രം ബി ടു സി. എടാ ബിന്ന് സിയിലോട്ടേക്ക് എത്താനുള്ള ടൈം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ബി ടു സി എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് എത്രയാടാ? ഡിസ്റ്റൻസ് 1000 തന്നെ. അതിന് വേണ്ട സ്പീഡ് തന്നിട്ടുണ്ട്, ബി ടു സി സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 500 km per hour. അപ്പോൾ 500 എന്ന് കിട്ടി. സോ ആൻസർ 2 hour ആണ്. ബി ടു സി എത്താൻ എടുക്കുന്ന ടൈം 2 hour ആണ്. ഇൻ ദ സെയിം വേ യു ക്യാൻ കാൽക്കുലേറ്റ് ടൈം റിക്വയർഡ് ടു റീച്ച് ഫ്രം സി ടു ഡി. സി ടു ഡി നോക്കിയേ, സി ടു ഡിയിലെ സ്പീഡ് എത്രയാ? 200 ആണ്. സോ 1000 ഡിവൈഡ് ബൈ എന്ത് വന്നടാ? 200 വന്ന്. 1000 ഡിവൈഡ് ബൈ 200 എന്ന് വെച്ചാൽ 5 hour ആണ്. ഇനി ലാസ്റ്റ് ഡി ടു എ എന്ന് പറയുമ്പോൾ നോക്കിയ സ്പീഡ് എത്രയാ? ഡി ടു എ എന്ന് പറയുമ്പോൾ സ്പീഡ് 100 ആണ്.
സോ അവിടുത്തെ ടൈമും കിട്ടി 1000 ഡിവൈഡ് ബൈ 100 എത്രയാ 10 ഹവർ ആണ്. ഇത് നോക്കിയാൽ മൊത്തം ഹവർ കൂട്ടിയേ ഒരു 4 ഇവിടെ ഉണ്ട്, എന്താണ് കളിക്കുന്നത്, ഒരു 4 ഇവിടെ ഉണ്ട്, ഒരു 2 ഇവിടെ ഉണ്ട്, ഒരു 5 ഇവിടെ ഉണ്ട്, ഒരു 10 ഇവിടെ ഉണ്ട്. സോ 10 5 15 17 21 റെഡി അല്ലേ? 21 ഹവർ ഉണ്ട്. 21 ഹവർ ഉണ്ട്. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ 4000 ആണ്. അപ്പം അതിൻ്റെ അടിയിൽ എന്ത് വന്ന് 21 വന്നു. നോക്കിയേ 4000 ഡിവൈഡഡ് ബൈ 21 അല്ലേ? 40 21 1 ടൈംസ് 21 90. 190 എത്ര പോവും? 190 9 പോവില്ലേ അല്ലേ? 9 പോവും. 80 189 വരിക അല്ലേ? സോ 190 is the 190.5 is the correct. Sorry, 190.0 190.5 is the correct answer അല്ലേ? ഇനി 10 കിട്ടും. എത്ര പോവും? 0 ആണ്. പിന്നെ 100 എത്ര പോവും? 100 5 ആണ്. ഓക്കെ, 190.5 is the correct answer. അപ്പോൾ ബേസിക് കൺസെപ്റ്റ് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇവിടെ ആവറേജ് വെലോസിറ്റിയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ എന്തായിട്ട് മാറുമായിരുന്നു? 0 ആയിട്ട് മാറുമായിരുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. ന്യൂമറിക്കൽ റേഷ്യോ ഡിസ്പ്ലേസ്മെന്റ് ടു ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ടു ഡിസ്റ്റൻസ്. അവിടെ 2 കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി അല്ലേ? ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഈ ഒരു ഐഡന്റിറ്റി ഓർമ്മിച്ചേക്കാം. ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ചോദിച്ചെന്താ? ദ ന്യൂമറിക്കൽ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടു ഡിസ്റ്റൻസ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ടു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ന്യൂമറേറ്ററിൽ വരണം, ഡിസ്റ്റൻസ് എവിടെ വരണം? അടിയിൽ വരണം. അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ന്യൂമറേറ്ററിൽ ഉണ്ട്. അപ്പം അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ അതുകൊണ്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു സൈഡിൽ മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. ഡിസ്റ്റൻസ് ബൈ ഡിസ്റ്റൻസ് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ഡിസ്റ്റൻസ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങോട്ടേക്ക് റീഡ് ചെയ്യാം. റേഷ്യോ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ്, അതിൻ്റെ അടുത്ത് വരുന്നത് ഷാർപ്പ് എൻഡാ. ഷാർപ്പ് എൻഡിനെ റീഡ് ചെയ്യുക ലെസ് ദാൻ ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. മേ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് അല്ലേ? ദ ന്യൂമറിക്കൽ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇനി എക്സാമ്പിൾ ഇങ്ങനെ ചോദിക്കാണ്ട് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് ചോദിക്കാൻ. ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്ക് അറിയുന്ന ഒരേ ഒരു ഐഡന്റിറ്റി അവിടെ ഉള്ളൂ. ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് ചോദിച്ചാൽ ആ റീഡിംഗ് ഒന്നും കൂടി, ആ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി വായിച്ചു നോക്കുക. റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആദ്യം ഡിസ്റ്റൻസ് വരുന്നത്, പിന്നെയാണ് അടിയിലാണ് ആര് വരുന്നത്? ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. അപ്പം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ട്, അതിൻ്റെ അടിയിൽ എന്ത് കൊടുക്കുക? ഡിസ്പ്ലേസ്മെന്റ് എന്ന് കൊടുക്കുക. അതേപോലെ ഈ സൈഡിൽ എന്ത് കൊടുക്കാം? ഡിസ്പ്ലേസ്മെന്റ് എന്ന് കൊടുക്കാം. അപ്പോൾ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? അപ്പുറം എന്താണ്? 1 ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ഡിസ്പ്ലേസ്മെന്റ് 1 ആണ്. അപ്പോൾ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് അതിൻ്റെ സൈഡിൽ ഓപ്പൺ ആയിട്ട് വന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇതേപോലെ എവിടെ ചോദിക്കടാ? സ്പീഡിൻ്റെയും വെലോസിറ്റിൻ്റെയും കേസിൽ ചോദിക്കാം. കാരണം ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ആരെ കിട്ടുക? സ്പീഡ് കിട്ടുക. അപ്പോൾ ഈ ഒരു ഐഡന്റിറ്റി ഒന്ന് ഓർമ്മിച്ചേക്കാം. സ്പീഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റി. സ്പീഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റി. നോക്കണേ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An athlete completes 1 round of a circular track of radius capital R in 40 seconds. What will be his displacement at the end of 2 minutes 20 seconds? അല്ലേ? An athlete complete 1 round of a circular track of radius capital R in 40 seconds. അതായത് ഒരു റണ്ണർ അല്ലേ, ഒരു അത്ലറ്റ്സ്
40 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 40 സെക്കൻഡ് കൊണ്ട് ഇവിടെ നേരെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കവർ ചെയ്ത് ബി ആണെങ്കിൽ ബിയിലൂടെ പാസ് ചെയ്ത് പോയി എവിടെ എത്തും? ഏലെത്തും. ഓക്കെ, ഈ സർക്കുലർ പാത്തിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് ക്യാപിറ്റൽ ആർ ആണ്. നമ്മുടെ ചോദ്യം ഇതാണ്, വാട്ട് വിൽ ബി ഹിസ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ദി എൻഡ് ഓഫ് 2 minutes 20 seconds ആണ് അല്ലേ? 40 സെക്കൻഡ് കൊണ്ട് നമുക്കറിയാം 40 സെക്കൻഡ് കൊണ്ട് ഒരു പ്രാവശ്യം കറങ്ങും, 1 revolution ആണ്, ഒരു പ്രാവശ്യം അയാൾ കറങ്ങി വരും അല്ലെ? നമുക്ക് ആകെ തന്ന ടൈം എത്രയാ? 2 minutes 20 seconds ആണ്. 2 minutes എന്ന് വെച്ചാൽ 2 into 60 പ്ലസ് 20 സെക്കൻഡ് ആണ്. 2 into 60 എന്ന് വെച്ചാൽ 120 പ്ലസ് 20 എത്രയാ? 140 സെക്കൻഡ് ആണ്. ശ്രദ്ധിക്കണേ, എന്നാൽ നോക്കുക, 40 സെക്കൻഡോട് ഏന്ന് സ്റ്റാർട്ട് ചെയ്ത് ബി പോയി വീണ്ടും ഇവിടെ എത്തി, എ തന്നെ എത്തി. വീണ്ടും അടുത്തൊരു 40 സെക്കൻഡ് കൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം കറങ്ങി എ തന്നെ തിരിച്ചെത്തും. വീണ്ടും അടുത്തൊരു 40 സെക്കൻഡ് കൊണ്ട് വീണ്ടും ഒരു പ്രാവശ്യം കറങ്ങും. ടോട്ടൽ എത്ര പ്രാവശ്യമായി? 3 പ്രാവശ്യമായി. 40 എത്രയാ? 120. എടാ 120 സെക്കൻഡ് കൊണ്ട് 3 പ്രാവശ്യം കറങ്ങി എവിടെ എത്തും? എന്നുള്ള പൊസിഷനിൽ തന്നെ എത്തും അല്ലേ? ഇനി ബാക്കി എത്ര ഉണ്ട്? ആകെ 140 ഉള്ളൂ. 120 കഴിഞ്ഞ് ഇനി എത്ര ബാക്കിയുണ്ട്? 20 ബാക്കിയുള്ളൂ. 20 സെക്കൻഡ് കൊണ്ട് ഇതിന് പകുതി മാത്രമേ കറങ്ങാൻ പറ്റുള്ളൂ, ഓടാൻ പറ്റുള്ളൂ. കാരണം 40 സെക്കൻഡ് കൊണ്ട് ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമെങ്കിൽ അതിൻ്റെ പകുതി 20 സെക്കൻഡ് കൊണ്ട് ഈ റണ്ണർക്ക് നോക്കണേ ഏന്ന് എവിടം വരെ എത്താനേ പറ്റുള്ളൂ? ബിയിലേക്ക് എത്താനേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റിലെ ചോദിച്ചേ, അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എ ആണ്, അവസാനം 140 സെക്കൻഡിന് ശേഷം എവിടെയുള്ളത്? ബി ആ ഉള്ളത്. എ മുതൽ ബി വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇവിടുന്നോട്ട് ഇവിടം വരെ 6, ബാക്കിയും 6. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 2r ആണ്. സോ 2r is the correct answer. 2r is the correct answer. So 2r is the correct answer. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെറിയ എന്തോ ഒരു ടെക്നിക്കൽ പ്രശ്നമാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് വരികയാണ്, അതുവരെ ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ, താങ്ക് യു.